പുതിയ ഡെസ്റ്റിനേഷൻ. ഞാനും ദേവിയും ഷൗക്കത്തും. ഞങ്ങളിപ്പം മൂന്നാറിലെ ഗ്യാപ്പ് റോഡിലാണുള്ളത്. അടിപൊളി റോഡാണ്. കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് റോഡ് ഫോർ ബൈക്ക് റൈഡേഴ്സ് അല്ലേ ദേവി? താങ്ക് യു. ചെറിയ ചില ഷോപ്സൊക്കെ ഉണ്ട്. ഞങ്ങൾ ബസ്സിലാണ് ഇങ്ങോട്ട് വന്നത്. ഇന്നലെ ഫുൾ തൃശ്ശൂർ പൂരം കണ്ട് തകർത്ത് രാവിലെ വെടിക്കെട്ട് കാണാതെ മൂഞ്ചി തെറ്റി ബസ് കയറി മൂന്നാറെത്തി. അടിപൊളി ഫുഡ് കഴിച്ചു. ഇപ്പോൾ ഗ്യാപ്പ് റോഡിലേക്ക് കുമളി ബസ് കയറി ഇറങ്ങി. പക്ഷേ ബസ് നിർത്തിയ കുറച്ച് മാറിപ്പോയി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ സ്റ്റേയുടെ നടത്തേക്ക് നടക്കുകയാണ്. നമ്മൾ ചക്രമുടി ട്രക്ക് ചെയ്യാൻ പോകുന്നു. Fire went out, lights went down. When you feel lost in your shadow. വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും കഴിഞ്ഞോ? എന്നാ ഒരു അടുത്ത പാട്ട് പാടാം. വീഡിയോ ഞാൻ എന്നെ കണ്ട എങ്ങനെയൊക്കെ കൊണ്ട് നടക്കില്ല. തൊട്ട് വരുന്നില്ല. ചക്രമുടി ട്രക്ക് ചെയ്യാൻ വന്ന ഞങ്ങളുടെ ടീം ഇന്നൊരു സൺസെറ്റ് ഈവനിങ് വാക്ക്, സൺസെറ്റ് പോയിന്റിലേക്കൊരു വാക്കാണ്. പക്ഷേ ഇന്ന് സൺസെറ്റ് ഒന്നുമില്ല. ഇവിടെ കംപ്ലീറ്റ്ലി കോടയാണ്. പക്ഷേ നല്ല ഹൈറ്റിലാണ് നമ്മളുള്ളത്. താഴേക്ക് ഒരുപാട് ഒരു 3000 ഫീറ്റെങ്കിലും താഴേക്ക് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ടീം ഇതാ വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 22 പേരാണുള്ളത്. അതെ, ഒരു പോക്കങ്ങോട്ട് പോയാൽ സീനിയർ റിട്ടയർമെന്റ് ഒരു രക്ഷയില്ല. നമ്മളെക്കാളൊക്കെ ഭയങ്കര നിരഞ്ജൻ. അല്ല ഞാൻ കയറുന്ന പിന്നെ ഞാന് നമ്മളും കയറി കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഇവരുടെ കൂടെ ഉള്ളത്? സമൂഹത്തിന്റെ ഏറ്റവും താഴെ അതാ എല്ലാവരുടെയും കൂടെ നിൽക്കണമെന്നാണ് നമ്മള്. मनोज कैसे है वो आपका फर्स्ट डे का ट्रैकिंग? വെരി നൈസ് ഓസം. ദേവി അടിപൊളി. ഡോക്ടർ ഒരു കാലം കൂടെ നല്ല തണുപ്പുണ്ടല്ലേ? ഇങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലാത്തതുകൊണ്ട് ഞാൻ കയറി, അല്ലെങ്കിൽ കയറില്ല. നിരഞ്ജൻ ഇത് അവിടെ എത്തി നിൽക്കുന്നു. കുറച്ചുകൂടി റിച്ചു ബ്രദർ ഈസ് കമ്മിങ്. ഞാൻ ഹെൽപ്പ് ചെയ്യാം നിന്നെ, പേടിക്കണ്ട. ഇതും ഇതിലപ്പുറവും അതാണ് ക്യാരക്ടർ. നീ എങ്ങനെയാ അറിഞ്ഞ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സിമ്പിളായി. ഡോക്ടർ എത്തിയാൽ സിമ്പിളായി. നമ്മുടെ നിങ്ങൾ വന്നു അങ്ങോട്ടെ. ഡോക്ടറെ അടുത്തൊക്കെ പോയിക്കോ. മൃദുല ചേച്ചി അങ്ങോട്ട് പോയിക്കോളൂ. ഡോക്ടർ ഷെഫീഖിന്റെ അടുത്ത്. ഷൗക്കത്ത് ഈസ് സ്റ്റാൻഡിങ് ദേർ. ഓ മൈ ഗോഡ്. ഡോക്ടർ അവിടെ നിൽക്കട്ടെ, ഒരുമിച്ച് ഇറങ്ങാം. Come on. ഞാൻ വീഴ്ത്തൂല, പേടിക്കണ്ട. എടാ ഹെൽപ്പ് ആണോ? ഉണ്ടല്ലോ, നീ വരില്ലേ? നീ വരും. നമ്മുടെ ടീമിനാ ഇങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഞങ്ങളും പോവുകയാണ്. റിസ്ക് കൂടുതൽ അയച്ച് ഒന്ന്
ഓ മൈ ഗോഡ്, കൊഞ്ചം റിസ്കി വേ. ഞങ്ങൾ ഇങ്ങനെ മന്ദം വന്നോണ്ട്. ദിയ ബി കെയർഫുൾ. താഴേക്ക് പോയാൽ ഇതാ കൊക്കയാണ്, കൊക്ക. അവിടെയാണ് നമ്മുടെ സ്റ്റേ. മൂന്നാറിലേക്ക് പോകുന്ന ഗ്യാപ്പ് റോഡാണ് ദൂരെ കാണുന്നത്. ഞങ്ങളുടെ ഡോക്ടർ ഇതാ അവിടെ മലയുടെ മുകളിൽ നിൽക്കുന്നു. ഗ്രിഗറി സാർ ഇത് അവിടെ ഇറങ്ങുന്നു. ലിൻഡു, കേരി, ദ ഗ്യാങ് ഈസ് കമ്മിങ്. വി ഓൾ വെന്റ് ടു ദ ടോപ്പ്. ഹലോ, പോയാൽ തവിട് പൊടി. ഇവിടെയൊക്കെ തീയിട്ടിട്ടുണ്ട് ഫോറസ്റ്റ്. കാരണം ഫോറസ്റ്റ് ഫയർ വരാതിരിക്കാണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ നമ്മുടെ ടീം ഇതാ എല്ലാവരും സേഫായി താഴെ എത്തി. അത്യാവശ്യം നല്ല റിസ്കി ക്ലൈംബ് ആയിരുന്നു. ഞാൻ ശരിക്കും പേടിച്ചു. കാരണം ഇവരൊന്നും അത്ര പകുതി ആളുകളും ആദ്യമായിട്ട് ട്രക്ക് ചെയ്യാൻ വന്നവരൊക്കെയാണ്. ഇപ്പോൾ ഒരു റിസ്കി സാധനം എടുത്തിട്ട് താഴെ പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല, അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ ടീം താഴെ എത്തി. ഇനി നമുക്ക് റിസ്കി ഏരിയ ഇല്ല. എന്താ അശ്വിനി, ദാമു, ദിയ, രമ്യ, പ്രീതി, ദേവി പ്രസാദ്, നിരഞ്ജൻ, നമ്മുടെ ടീം മൊത്തം ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ടായി സൺറൈസ് ട്രക്ക്? അല്ല, സൺസെറ്റ് ട്രക്ക്. അടിപൊളി. സൺസെറ്റ് കണ്ടില്ലെന്നേ ഉള്ളൂ. സൺസെറ്റ് ഇല്ലെങ്കിലും ട്രക്ക് ഭയങ്കരമായി സേഫായി തിരിച്ചെത്തി എന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ് അല്ലേ? വളരെ നന്നായി. താഴെ പോയിരുന്നെങ്കിൽ യെസ് പറയൂ. ഇയാളാണ് ഇൻസ്പിറേഷൻ. അതെ അതെ. ഇമ്മാനുവൽ. ഇമ്മാനുവലാണോ മാനുവലാണോ? മാനുവൽ. ഇമ്മാനുവലിന്റെ ഷോർട്ട് ഫോം ആണ് മാനുവൽ. മാനുവൽ. ഓക്കെ. ഇമ്മാനുവൽ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? സേവിയർ എന്നാണ്. കറക്റ്റ്. ഗോഡ് ഈസ് വിത്ത് us. ഗോഡ് ഈസ് വിത്ത് us. പിന്നെ എന്തിനു പേടിക്കണം? നിരഞ്ജൻ ഇവിടെ ഞാൻ താഴേക്ക് പോകുമ്പോ, അല്ല താഴേക്കല്ല ബാക്ക് പോകുമ്പോ ഒരു നല്ല ഒരു 5 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒച്ച ഉണ്ടാക്കണം. ബ്ലോഗിന്റെ ഫസ്റ്റിൽ എല്ലാം ചായയിൽ കുറച്ച് മധുരം ഇടാൻ പറഞ്ഞിട്ടുള്ളൂ. ഹെൽത്ത് കോൺഷ്യസ്. ചിക്കൻ ആരാ കൊണ്ടുപോയത്? ഇവിടെ എല്ലാവരും കൂടെ ചിക്കൻ കറിയും പഴംപൊരിയും ട്രൈ ചെയ്യാണ്. അടിപൊളി ചിക്കൻ കറിയും അടിപൊളി പഴംപൊരിയും. ഞങ്ങളെ ട്രക്കിങ് കഴിഞ്ഞ് വന്ന് ചായ അവരെ ഇന്ന് വിളിക്കണമെങ്കിൽ നമുക്ക് Up ahead in a distance, I saw a shimmering light. My head grew heavy and my side grew dim. I had to stop for the night. There she stood in the doorway. I heard her pushing down. And I was thinking to myself, this could be heaven and this could be hell. When she lit up the candle and she showed me the way. There it was a standard corridor. I thought I heard them say.